സംസ്ഥാനത്ത് CPO റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി പൂർത്തിയാകാൻ 2 മാസം ബാക്കി നിൽക്കെ നിയമനം ലഭിക്കാതെ പകുതിയിലധികം ഉദ്യോഗാർത്ഥികൾ എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഒഴിവുകൾ കൃത്യമായി PSCയിൽ റിപ്പോർട്ട് ചെയ്യാത്തതാണ് നിയമനം വൈകാൻ കാരണം. സർക്കാരിൽ നിന്ന് അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ സമരവുമായി മുന്നോട്ടു പോകാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. 2024 ഏപ്രിൽ 15-നാണ് 6647 പേരെ ഉൾപ്പെടുത്തിയുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. നിയമന ശുപാർശ നൽകിയതാകട്ടെ 1836 പേർക്ക് മാത്രം. KAP 1, 2, 3, 4, 5, SAP, MAP എന്നിങ്ങനെ 7 ബറ്റാലിയനിലേക്കുള്ള റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി പൂർത്തിയാകാൻ 2.5 മാസം മാത്രം ബാക്കി. എന്നാൽ 27% നിയമനം മാത്രം നടന്നതിലുള്ള ആശങ്കയിലാണ് ഉദ്യോഗാർത്ഥികൾ. ആകെ ഇപ്പോൾ 2000 ഒഴിവുകൾ പോലും കിട്ടിയിട്ടില്ല. ഇനി ഏകദേശം ഞങ്ങളുടെ ഇനിയും ഒരു 4000 പുറത്താണ് ലിസ്റ്റിലുള്ളത്. 4000 പേരെങ്കിലും പുറത്താണ്. ഇത് ഞങ്ങളുടെ 7 ബറ്റാലിയനായിട്ട് ഏകദേശം ഏറ്റവും വലിയ കട്ട് ഓഫിലാണ് ഈ ലിസ്റ്റ് വന്നത്. റാങ്ക് പട്ടിക ഏപ്രിൽ പ്രസിദ്ധീകരിച്ചിട്ടും ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്തത് ഒക്ടോബറിൽ. നിയമനം ലഭിച്ച ഉദ്യോഗാർത്ഥികൾ ജോലിയിൽ പ്രവേശിച്ചത് ജനുവരിയിലും. 2023 പ്രസിദ്ധീകരിച്ച പട്ടികയിൽ 13,975 പേരെ ഉൾപ്പെടുത്തിയിട്ട് 32% പേർക്ക് മാത്രം ജോലി നൽകിയതിനെതിരെ സെക്രട്ടേറിയറ്റ് പടിക്കലിലെ ഉദ്യോഗാർത്ഥികളുടെ സമരം വലിയ ജനശ്രദ്ധ നേടിയിരുന്നു. പട്ടികയുടെ കാലാവധി നീട്ടാൻ സർക്കാർ ഇതുവരെയും തയ്യാറാകുന്നില്ല. കേവലം മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും സർക്കാരിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് ഉദ്യോഗാർത്ഥികൾ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിലും സർക്കാരിലും ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ KCP ട്രാൻസ്ഫർ, പിന്നെ അതുപോലെ ഒരു പോക്സോൻ്റെ ഫയല് ഫിനാൻസിൽ നിന്ന് പാസ്സായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിലുണ്ട്. അതും എത്രയും പെട്ടെന്ന് പാസ്സാക്കി അതൊരു വേക്കൻസി ആക്കി ഞങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത്രയ്ക്കും ഇതാണ്. സർക്കാരിൽ നിന്ന് അനുകൂലമായ നടപടിയില്ലെങ്കിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. 24 കൊച്ചി.